നീണ്ട 5 പതിറ്റാണ്ടുകാലം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ജീവിതം ഹോമിച്ച ദൈവത്തിൻ്റെ പുരോഹിതൻ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ ഇടയനില്ലാതെ വലഞ്ഞ ഒരു ജനതയുടെ ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നമനം ലക്ഷ്യം വെച്ച് അവരുടെ സമഗ്ര വിമോചനത്തിന് വഴി തുറന്ന ദൈവപരിപാലനയുടെ ധീരനായ പ്രവാചകൻ നമ്മുടെ പ്രിയപ്പെട്ട വല്യച്ഛൻ വന്യ കുഴിഞ്ഞാലിലച്ഛൻ സമാനതകളില്ലാത്ത ഒരു പ്രേക്ഷിത സാക്ഷ്യമാണ് സമ്മാനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ജീവിതം ക്രിസ്തു സ്നേഹത്തിൻ്റെ തടവറയിലാകുവാൻ അദ്ദേഹം അനുവദിച്ചു. അദ്ദേഹത്തിൻ്റെ പിന്നീടുണ്ടായിരുന്ന ഏക സാധ്യത ഈ സ്നേഹാനുഭവത്തിൻ്റെ പങ്കുവയ്ക്കലായിരുന്നു. ക്രിസ്തു സ്നേഹം ഉള്ളിൽ സംജാതമാക്കിയ ഈ സമ്മർദ്ദമാണ് ഏതാണ്ട് 9 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ പാലായിലെ സുരക്ഷിതത്വങ്ങളിൽ നിന്നും മാർത്താണ്ഡത്തെ അരിശുദ്ധത്വങ്ങളിലേക്ക് പറിച്ചു നടുവാൻ പ്രാപ്തമാക്കിയത്. എല്ലാ അർത്ഥത്തിലും ഫലം കണ്ട ഒരു മിഷൻ യാത്രയായിരുന്നു അത്. വിശാലമായ പ്രേക്ഷിത ഭൂമിയിലേക്ക് നവവൈദികൻ ഇറങ്ങി. ഒരു നാടിൻ്റെ സമഗ്ര പുരോഗതിക്ക് സുവിശേഷ പ്രഘോഷണം അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് ആഴമായ ബോധ്യമുണ്ടായിരുന്നു. പരിചിതമല്ലാത്ത ഒരു നാട്, വ്യത്യസ്തമായ ഒരു സംസ്കാരം, അറിവില്ലാത്ത ഒരു ഭാഷ, ആ കുഞ്ഞു പ്രേക്ഷിതൻ്റെ ഓരോ ദിവസത്തെയും യാത്രകൾ പുതിയ കണ്ടുമുട്ടലുകളായിരുന്നു. പ്രേക്ഷിതവേദിയിലെ കുറവുകളെക്കുറിച്ചോ ഇല്ലായ്മകളെക്കുറിച്ചോ അല്ല, സാധ്യതകളെക്കുറിച്ചാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. രാത്രിയിലെ പ്രാർത്ഥനാ വിഷയം പകലിൻ്റെ അനുഭവങ്ങളായിരുന്നു. ക്രൂശിതൻ്റെ മുൻപിൽ അച്ഛൻ സമർപ്പിച്ചത് ആവലാതികളായിരുന്നില്ല, തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള അപേക്ഷകളായിരുന്നു. ചുരുങ്ങിയ നാളുകളിൽ തന്നെ ആ നാടും ജനതയും ബഹുമാനപ്പെട്ട കുഴിഞ്ഞാലിലച്ഛൻ്റെ പ്രാണവായുവിൽ അലിഞ്ഞു ചേർന്നു. ജനത്തോട് അനുകമ്പ തോന്നിയ നല്ലയിടനായ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി മാർത്താണ്ഡം ജനത വല്യച്ഛനെ കണ്ടു. അവരുടെ ജീവിതങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ പരിമളമായി പെയ്തിറങ്ങുവാൻ വല്യച്ഛന് സാധിച്ചു. 1 സെൻറ്റ് ഭൂമി പോലും താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ മഹാരഥന് ഒരു നാടും ജനതയും സ്വന്തമായി എന്നുള്ളതാണ് വിസ്മയം. അതിനായി ഒരു ജന്മത്തിൻ്റെ സർവ്വ സാധ്യതകളും വളരെ ഔദാര്യപൂർവ്വം അദ്ദേഹം വ്യയം ചെയ്തു. നേട്ടങ്ങളിൽ കണ്ണുറപ്പിക്കാതെ മുന്നേറിയ ഈ പ്രേക്ഷിതൻ്റെ ഉൾക്കരുത്ത് വിസ്മയാവഹമാണ്. സ്നേഹസമ്പന്നമായ ഹൃദയം കൊണ്ട് പ്രശ്നകലുഷിതമായ ഇടങ്ങളെയും വ്യക്തികളെയും സ്പർശിക്കുവാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം. മേരിമക്കളുടെ ഊർജ്ജസ്രോതസ്സായ വല്യച്ഛൻ ക്രാന്തദർശിയായ പ്രേക്ഷിതനായിരുന്നു. അച്ഛൻ്റെ ജീവിതം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പാഠപുസ്തകമാണ് എന്ന് അതിശയോക്തി ഒട്ടുമില്ലാതെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. വിശുദ്ധിയുടെ പരിമളം കൊണ്ട് ആ ധന്യജീവിതം അനേകരെ ക്രിസ്തുവിലേക്ക് കൂട്ടിച്ചേർത്തു. ആത്മാവിൽ നിറഞ്ഞ ഒരു മിഷണറിയുടെ പടയോട്ടം അങ്ങനെ തമിഴകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹമായി. മേരിമക്കൾ സമൂഹത്തിലെ ആദ്യകാല പ്രേക്ഷിതർ വല്യച്ഛൻ്റെ പ്രേക്ഷിത തീഷ്ണത ഹൃദയത്തിൽ ഒപ്പിയെടുത്ത് കർമ്മവീഥിയിൽ പ്രവർത്തിച്ചവരാണ്. ഭവന സന്ദർശനത്തിലൂടെ കുടുംബങ്ങളെ നവീകരിക്കുക എന്ന വല്യച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കണം. യേശു ജനതാമധ്യത്തിൽ ഇറങ്ങി നടന്ന് അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ കണ്ടുമുട്ടി അവരെ അനുധാവനം ചെയ്തതുപോലെ കൂടെ നടക്കാൻ കുറേ പേരെ യേശുവിന് ഇന്നും ആവശ്യമുണ്ട്. ആ വിളി ഒരു മേരിമകളായ ഞാൻ ഏറ്റെടുക്കേണ്ടതല്ലേ? വിശുദ്ധമായ ഈ ഓർമ്മയാചരണ വേളയിൽ പ്രിയപ്പെട്ട വല്യച്ഛൻ ജീവിച്ച പുണ്യജീവിതവും അച്ഛൻ്റെ അതുല്യമായ പ്രേക്ഷിത സമർപ്പണവും നമ്മുടെ വിശ്വാസം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന അടിസ്ഥാന നിയോഗമായ പ്രേക്ഷിത ദൗത്യം വർദ്ധിതമായ തീഷ്ണതയോടെ നിറവേറ്റുന്നതിനുള്ള ആഹ്വാനവും പ്രചോദനവുമായി ഭവിക്കട്ടെ. പ്രിയപ്പെട്ട വല്യച്ഛൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.